അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് 5ാം ക്ലാസ്സിൽ നടന്ന തജ്വീദിൻ്റെ മോഡൽ ക്വസ്റ്റ്യനുകളാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെയും ഉത്തരം മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഉത്തരങ്ങൾ എഴുതേണ്ടതെന്നും നമുക്ക് ചില ട്രിക്കിലൂടെ പഠിക്കാം. ആദ്യത്തെ പ്രവർത്തനം യോജിപ്പിക്കാം. നമുക്ക് ഇവിടെ കാണുന്ന ബ്രാക്കറ്റിൽ കാണുന്ന കുറച്ച് വാക്കുകളുണ്ട്, അത് താഴേക്ക് ചേർത്ത് കൊടുക്കാനാണ്. ഒന്ന്, ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ, അതിൻ്റെ ഒരു പേര് നമ്മൾ പഠിച്ചു, ഇസ്തിഅലാ. എന്താണ് ഇസ്തിഅലാ? രണ്ടാമത്തത്, എപ്പോഴും സുക്കൂനായിരിക്കും. എപ്പോഴും സുക്കൂനായിരിക്കും. കാണാം, സക്തയുടെ ഹ. സക്തയുടെ ഹ ഇനി എപ്പോഴും സുക്കൂനായിരിക്കും. അതിൻ്റെ ഉദാഹരണമൊക്കെ ചോദിക്കും. സക്തയുടെ ഹ ഇന് സുക്കൂൻ വന്നതിൻ്റെ ഉദാഹരണം. 3, മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ. മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ. അതേതാണ്? റിഹ്വ്. 4, റിഹ്വിൻ്റെ അക്ഷരങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അതിൻ്റെ ഓരോ റിഹ്വിൻ്റെ അക്ഷരങ്ങൾക്കായിട്ട് ഒരു വാക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഖുദ്, ഗൈസ, ഹള്ളിൻ, ഫല്ല, ഷൗസിൻ, സയ്യ, സാഹ്. ഇതാണ് അതിൻ്റെ അക്ഷരങ്ങൾ. ഇതിൽ പറയപ്പെട്ട ഓരോ അക്ഷരങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് എഴുതി വെക്കുക. പരീക്ഷ പേപ്പറിൻ്റെ പുറത്ത് ചട്ടയിലോ ഒന്ന് എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് ഓരോ അക്ഷരങ്ങളാക്കി എഴുതിയെടുക്കുക. അതെന്തിനാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ആദ്യം ആ അക്ഷരം എഴുതും, പിന്നെ അടുത്ത പറച്ചിലിൽ ഈ വാക്ക് പറയുമ്പോൾ അടുത്ത പറച്ചിലിൽ അടുത്ത അക്ഷരം എഴുതും. ഇത് ചിലപ്പോൾ ഒരക്ഷരമൊക്കെ പോകാൻ സാധ്യത ഉണ്ട്. അതിനേക്കാൾ നല്ലത് എന്താണ്, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് അതിലെ അക്ഷരങ്ങളൊക്കെ ഓരോന്ന് താഴേക്ക് എഴുതിയെടുക്കുക. അങ്ങനെ ചെയ്യുക. അതുപോലെ അക്ഷരങ്ങൾ മാറാൻ പാടില്ല. സീനും സ്വാദും അതുപോലെ തന്നെ ല്വാദും ല്വാഉം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 4-മത്തേതാണ് ബഹുമാനികളായ മലക്കുകൾ. ആരാണ്? സഫറത്ത്. സഫറത്ത് എന്ന ബഹുമാനികളായ മലക്കുകളിൽ നിന്ന് 1-മത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5, ഖുർആൻ മനപ്പാഠമില്ലാത്തവൻ്റെ ഹൃദയം ഏതുപോലെയാണെന്ന് പറഞ്ഞത്? പൊളിഞ്ഞ വീട് പോലെയാണ്. ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം. 1, അൽ മാഹിറു ഫിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമി ഡാഷ്. അൽ മാഹിറു ഫിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബറാറ. അതിൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 2, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന ഡാഷ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു. ഇതിൻ്റെയും അർത്ഥം കാണാതെ പഠിക്കണം. 3, സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഡാഷ്. സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. 4, സ്വാദും സീനും ഒരേ മഖ്റജിൽ നിന്നാണ് ഡാഷ്. സ്വാദും സീനും ഒരേ മഖ്റജിൽ നിന്നാണ് പുറപ്പെടുന്നത്. 5, 5ഉം 6ഉം 7ഉം സിഫത്തുകളുള്ള ഡാഷ്. 5ഉം 6ഉം 7ഉം സിഫത്തുകളുള്ള ഹർഫുകളുണ്ട്. അപ്പോൾ പാഠം നന്നായി വായിച്ചാലേ ഈ പൂരിപ്പിക്കാനുള്ളതൊക്കെ കിട്ടുള്ളൂ. നന്നായി വായിക്കണം. എല്ലാ ദിവസവും ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഓരോ പാഠങ്ങളായിട്ട് വായിക്കുക.
ഇനി അടുത്ത പ്രവർത്തനം ഹർഫുകൾ വേർതിരിക്കാം. താഴെ 2 സിഫാത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇത്തുബാക്കും അതുപോലെ ഖൽഖലത്തും. ഇത്തുബാക്കിൻ്റെ അക്ഷരങ്ങൾ ആദ്യം വേർതിരിക്കാം. ഒന്ന് സ്വാദ്, രണ്ടാമത്തേത് ളാദ്, ത്വാ, ളാ. ഇങ്ങനെ 4 അക്ഷരങ്ങളാണ് ഇത്തുബാക്കിനുള്ളത്. രണ്ടാമത്തേത് ഖൽഖലത്ത്. ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങൾ 5 എണ്ണമാണ്. ബാക്കിയുള്ളതൊക്കെ എഴുതിയെടുക്കുക. ഖാഫ്, ത്വാ, ബ, ജീം, ദാൽ. അതിനുണ്ട് ഖുതുബ്, ജദ്. അതിൽ പറയുന്ന അക്ഷരങ്ങളാണ് ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങൾ. ഇനി അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം. സക്തയുടെ ഹ ഇനി എപ്പോഴും ഡാഷ്. ദമീറിൻ്റെ ഹ ഇൻ്റെ ഡാഷ് സുക്കൂൻ ഉണ്ടെങ്കിൽ ഹ ഇനെ ഡാഷ്, ഹർക്കത്താണെങ്കിൽ ഡാഷ് നീട്ടിയും ഓതണം. ഇത് നമ്മുടെ 3ാമത്തെ പാഠമുണ്ട് അൽ ഹ എന്നുള്ള 3 ഹകളെക്കുറിച്ച് പറയുന്ന പാഠമാണ്. അതിൽ പറയുന്നുണ്ട്, അത് പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആയ വരിയാണ്. സക്തയുടെ ഹ ഇനി എപ്പോഴും സുക്കൂനായിരിക്കും. ലമീറിൻ്റെ ഹ ഇൻ്റെ മുന്നിലോ പിന്നിലോ സുക്കൂൻ ഉണ്ടെങ്കിൽ ഹ ഇനെ നീട്ടാതെയും ഹർക്കത്താണെങ്കിൽ ഒരു അലിഫിൻ്റെ ഖദർ നീട്ടിയും ഓതണം. ഇനി അടുത്ത പ്രവർത്തനം വേർതിരിക്കാം. മുകളിൽ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഹംസിൻ്റെ ഹർഫുകൾ വേർതിരിക്കുക. ഹംസിൻ്റെ ഹർഫുകൾ വേർതിരിക്കുക. ഹംസിൻ്റെ ഹർഫുകൾ ഒരു വാക്കായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫഹസ്സഹു ഷഖ്സ്വിൻ സക്കത്ത. ഇതിൽ ഫ ഉണ്ട്, ഹ ഉണ്ട്, സ, ഹ ഉണ്ട്, പിന്നെയോ ഷീന്, ഖാ, സ്വാദ്, സീന്, കാഫ്, ത. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ചോദ്യം 1. സൂറത്തു മുൽക്കിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ത്? ഉത്തരം, ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. അത് 30 ആയത്തേയുള്ളൂ. അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വരെ അള്ളാഹുവിനോട് അത് ശുപാർശ ചെയ്യും. അതാണ് പറഞ്ഞത്. 2. പതിവാക്കൽ മഹത്തായ സുന്നത്തുള്ള ആയത്തുകൾ. ഉത്തരം, ആയത്തുൽ കുർസി, ആമനർ റസൂൽ, ലൗ അൻസൽന മുതലായ ആയത്തുകൾ പതിവാക്കൽ സുന്നത്താണ്. ചോദ്യം 3. ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് ആരുടെ? ഉത്തരം, അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ്. 4. തഅനീസിൻ്റെ ഹ ഇനെ ത ആയിട്ടു ഉച്ചരിക്കണം. എപ്പോൾ? ഹ ആയിട്ടു ഉച്ചരിക്കണം. എപ്പോൾ? ഉത്തരം, തഅനീസിൻ്റെ ഹ ഇനെ ചേർത്തി ഓതുമ്പോൾ ത ആയിട്ടും അതിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഹ ആയിട്ടും ഉച്ചരിക്കണം. അവസാനത്തെ ചോദ്യം, സിഫത്തുകൾ എന്ന് പറയും എന്തിന്? ഉത്തരം, അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. 1. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഖാ, സ്വാദ്, ളാദ്, ഗൈന്, ത്വാ, ഖാഫ്, ളാ. 2. ഒരേ മഖ്റജിൽ നിന്നുള്ള ത്വാഉം തഉം വേർതിരിയുന്നത് എന്തുകൊണ്ട്? ഉത്തരം, സിഫത്ത് കൊണ്ടാണ് അവ വേർതിരിയുന്നത്. ഇതൊക്കെയാണ് തജ്വീദുമായി ബന്ധപ്പെട്ട 5ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യോത്തരങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.